വട്ടുമൂത്താൽ ആർക്കും വിളിക്കാമല്ലോ, രാവിലെ പരിഹാസം, കടുംവെട്ടുമായി മുഖ്യമന്ത്രി. അങ്ങയുടെ ധാർമ്മിക രോഷം വല്ലാതെ വേണ്ട. രാഹുൽ മാങ്കൂട്ടത്തിൽ. പറഞ്ഞതിന് ശേഷം ബാക്കി നമുക്ക് നമസ്കാരം. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറാണ്. അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ കീഴിലുള്ള ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് അദ്ദേഹം പോകുന്നതാണ്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ KSRTCയുടെ ആസ്ഥാന ജില്ലയിലെ പ്രധാന കേന്ദ്രത്തിൽ KSRTCയുടെ ആശുപത്രി ഉദ്ഘാടനത്തിന് പോകുന്നതാണ്. ഒരുപക്ഷെ പദ്ധതി കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഗംഭീര പദ്ധതിയാണ് എന്ന് തോന്നും. എന്നാൽ ഗണേഷ് കുമാർ ഈ 2 ദിവസം അദ്ദേഹം പതിച്ച വലിയൊരു പ്രശ്നമുണ്ട്. ഈ LDF സർക്കാരിൻ്റെ, പിണറായി വിജയൻ സർക്കാരിൻ്റെ ധാർമ്മികതയെ മുഴുവൻ കുലുക്കിമറിച്ച ഒരു സംഭവത്തിലേക്ക് നയിക്കുമെന്ന ആശങ്ക അവർക്കുണ്ടാക്കിയ ഒരു സംഭവം. ഒരു ഭാഗത്ത് വകുപ്പ് ഗംഭീരമായി കൊണ്ടുപോവുക, മറുഭാഗത്ത് വ്യക്തിപരമായ വീഴ്ച കൊണ്ട് മൊത്തത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുക എന്ന അസാധാരണമായ സാഹചര്യത്തിലേക്ക് ഗണേഷ് കുമാറും LDFും എത്തിയ ഒരവസ്ഥയുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ അത് വിശദമായി പരിശോധിച്ചതാണ്. അതിൻ്റെ അനന്തരഫലങ്ങൾ ഉണ്ടാക്കാനിടയുള്ള പ്രശ്നങ്ങളൊക്കെ പരിശോധിച്ചാണ്. എന്നാൽ ഇന്നതിൽ കാര്യമായൊരു ട്വിസ്റ്റ് ഉണ്ടായി എന്നുള്ളതാണ് ഇന്നത്തെ വാർത്തയുടെ ഒക്കെ ഒടുവിൽ. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ അവസാനം പറഞ്ഞത് ഈ മട്ടിൽ മുന്നോട്ട് പോയാൽ രാജി വെക്കേണ്ട സാഹചര്യം വരെ വരും, അത് ക്രിമിനൽ പ്രൊസീജിയേഴ്സിലേക്ക് പോയാൽ എന്ന്. എന്നാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു ആംഗിൾ ഡെവലപ്പ് ചെയ്തു. ഒരു കുടുംബ പ്രശ്നത്തിലേക്ക് അതെത്തി. അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ രംഗത്തെത്തി ചില വിശദീകരണങ്ങൾ നടത്തി. രാജി വെക്കണം എന്നുള്ള നിലപാടിൽ മുഖ്യമന്ത്രി വരെ എത്തിയ സാഹചര്യത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. അതിൻ്റെ ശേഷം അദ്ദേഹത്തെ സംബന്ധിച്ച് ആശ്വാസമായ, അല്ലെങ്കിൽ മുന്നണിയെ സംബന്ധിച്ചും വലിയൊരു പ്രശ്നത്തെ മറികടന്ന സാഹചര്യത്തിൽ അതിനുശേഷം മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് അദ്ദേഹം പരിപാടിക്ക് പോകുന്നതാണ് ഈ ചിത്രം. ഈ ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വീഡിയോയുടെ വിവിധ ഭാഗങ്ങൾ പരിശോധിക്കുന്നത്. ഈ വീഡിയോയ്ക്ക് 3 കാര്യങ്ങളാണ് ആധാരമായി ഞാൻ എടുക്കുന്നത്. ഒന്നാമത്തേത് അദ്ദേഹം രാജിയിൽ നിന്ന് പിന്മാറിയ സാഹചര്യമാണ്. അത് സംബന്ധിച്ച ഡെവലപ്മെൻറ്റ് എങ്ങനെ എവിടെ വരെ എത്തി എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു ആകാംക്ഷയായി നമ്മുടെ മുമ്പിലുണ്ട്. രാജി വെക്കുന്ന സാഹചര്യം വരെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത മനോരമയുടെ റിപ്പോർട്ടാണ് അതിനാധാരമായി ഞാൻ എടുക്കുന്നത്. വട്ടുമൂത്താൽ ആർക്കും വിളിക്കാമല്ലോ, രാവിലെ പരിഹാസം, കടുംവെട്ടുമായി മുഖ്യമന്ത്രി, ഗതികെട്ട് ഭാര്യയെ വിളിച്ചു എന്ന തലക്കെട്ടിൽ മനോരമ നൽകിയ ഒരു വിശകലന വാർത്തയിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോ ആരംഭിക്കുന്നത്. അതായത് ഇന്നലെ തുടക്കത്തിൽ അദ്ദേഹം ഈ ഭാര്യയ്ക്കുണ്ടാക്കിയ വലിയ പ്രകോപനം എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തായിരുന്നു. അവർ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ബന്ധം കണ്ടുപിടിക്കുകയും അതിൻ്റെ തുടർച്ചയായി അവരുമായി അകൽച്ചയിലേക്ക് പോവുകയും അതിനുശേഷം അവർ ഈ പ്രശ്നം മുന്നോട്ട് വെച്ച സമയത്ത് അവർക്ക് വട്ടാണ് എന്ന് മാധ്യമങ്ങളോട് തന്നെ പറയുകയും ചെയ്തതോടെയാണ് പ്രശ്നം വഷളായത്. അവർ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ രംഗത്ത് വന്നു. അതിൻ്റെ തുടർച്ചയായി പരസ്യമായ വാഗ്വാദമായി കൈവിട്ടുപോയ സാഹചര്യത്തിലേക്ക് എത്തിയത്. അതേസമയം ഇങ്ങനെയൊരു പ്രശ്നത്തിൽ പെട്ടു, അത് എന്നോടൊരു ക്ഷമ പറഞ്ഞാൽ, അപ്പോളജി പറഞ്ഞാൽ തീരാവുന്ന കാര്യമായിരുന്നു എന്ന് അവർ തന്നെ അതിൽ നിന്ന് പറയുന്നുമുണ്ട്. അതിൻ്റെ തുടർച്ചയായി ഇന്നലത്തെ വലിയ സംഭവവികാസത്തിൻ്റെ തുടർച്ചയായി ഇത് പരിഹരിക്കപ്പെട്ടതിന് ശേഷമാണ് അവർ പ്രതികരിച്ചത്. അതുമായി ബന്ധപ്പെട്ട വാർത്ത, അതിൻ്റെ ശേഷം മുഖ്യമന്ത്രി എടുത്ത കടുത്ത നിലപാട് മുതലായവയാണ് മനോരമ വാർത്തയിൽ പരിശോധിക്കുന്നത്. മനോരമയുടെ വാർത്തയുടെ പ്രധാന ഭാഗം ഞാൻ വായിക്കാം. വാളകത്തെ കീഴൂട്ട് വീട്ടിൽ ഉണ്ടായി എന്നാരോപിക്കപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ ഭാര്യയോട് മാപ്പ് പറയാൻ മന്ത്രി ഗണേഷ് കുമാർ തീരുമാനമെടുത്തത് കളി കാര്യമാകുന്നു എന്ന തിരിച്ചറിവിൽ വട്ടുമൂത്താൽ ആർക്കും 112 വിളിച്ചു പറയാമല്ലോ എന്ന് പറഞ്ഞു പകൽ ഭാര്യയെ പരിഹസിച്ചു. ആ മന്ത്രി രാത്രിയോടെ ഭാര്യയെ വിളിച്ച് ക്ഷമാപണം നടത്തിയത് മന്ത്രിസ്ഥാനം തെറിക്കുമെന്ന തിരിച്ചറിവിൽ ഗത്യന്തരമില്ലാതെ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മന്ത്രിക്കെതിരെ ഇത്തരത്തിൽ സ്ത്രീ വിഷയത്തിൽ ആരോപണം ഉയരുന്നത് തിരിച്ചടിയാകുമെന്ന് CPM-ഉം LDF-ഉം വിലയിരുത്തിയതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്ത കടുത്ത നിലപാടിലേക്ക് മുഖ്യമന്ത്രി നീങ്ങുകയായിരുന്നു. മന്ത്രിയെ തുടരാൻ അനുവദിക്കരുതെന്നും ഇന്നലെ മന്ത്രി നടത്തിയ പ്രതികരണം ശരിയായില്ല എന്നുമുള്ള നിലപാടാണ് CPI-യും സ്വീകരിച്ചത്. ഉണ്ടായത് കുടുംബ പ്രശ്നമാണെന്ന ഗണേഷ് കുമാറിൻ്റെ നിലപാട് മുഖവിലക്കെടുത്തു എങ്കിലും ഇന്നലെ തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു. അല്ലാത്തപക്ഷം ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഗണേഷ് കുമാർ പങ്കെടുക്കേണ്ട എന്ന നിലപാടിലേക്ക് മുഖ്യമന്ത്രിയും പാർട്ടിയും നീങ്ങി. ഇക്കാര്യം ഗണേഷ് കുമാറിനെ അറിയിച്ചതോടെയാണ് രാജി ഒഴിവാക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി രാത്രി വൈകി ഭാര്യയുമായി ഫോണിൽ സംസാരിച്ച് എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയത്. 2013 ഗണേഷ് കുമാർ UDF-ൽ മന്ത്രിയായിരിക്കെ ആദ്യ ഭാര്യ നൽകിയ ഗാർഹിക പീഡന പരാതിയിൽ ഗണേഷിൻ്റെ രാജിക്ക് വേണ്ടി മുറവിളി കൂട്ടിയത് CPM-ഉം LDF-ഉമായിരുന്നു. സമാനമായ ആരോപണം LDF ഭരണകാലത്ത് ആവർത്തിക്കപ്പെടുമ്പോൾ നിലപാട് മാറ്റുന്നത് വലിയ തിരിച്ചടികൾക്ക് കാരണമാകുമെന്ന വിലയിരുത്തലാണ് തീരുമാനം കടുപ്പിക്കാൻ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും പ്രേരിപ്പിച്ചത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അവസാന
കാലത്തുണ്ടായ പ്രശ്നം നമ്മൾ ഇന്നലെ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. ഏകദേശം സമാനമായ പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ ഉണ്ടായ ഒരു വ്യത്യാസം അത് ക്രിമിനൽ നടപടിയിലേക്ക് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഇന്നലെ അവർ പറഞ്ഞപ്പോഴും ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിക്കുമ്പോഴും പറയുന്നുണ്ട്, എനിക്കങ്ങനെ ആ നിലയിൽ മർദ്ദനമോ ശാരീരിക അക്രമമോ ഒന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധം കണ്ടുപിടിച്ചു. അത് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനെ മുഖവിലിക്കെടുക്കാതെ തന്നെ മോശക്കാരിയാക്കി എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അത് ഗൗരവത്തിലുള്ള ഒരു പ്രശ്നമാണ്. ഒരു സ്ത്രീയോട് എങ്ങനെ സമീപിക്കരുത് എന്നുള്ളതിൻ്റെ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എന്നാണ് അവർ പറയുന്നത്. ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്ന സ്വാഭാവികമല്ലാത്ത അസാധാരണമായൊരു പ്രശ്നം എന്നുള്ള നിലക്കാണ് അവർ അവതരിപ്പിച്ചത്. നേരെമറിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഈ ഒരു പ്രശ്നമല്ല, അത് ക്രിമിനൽ പ്രൊസീജിയേഴ്സിലേക്ക് പോകുന്ന സാഹചര്യം ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അന്ന് അതിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ച നേതാക്കൾ VS മുതൽ മുഖ്യമന്ത്രി, ഇന്നത്തെ മുഖ്യമന്ത്രി, അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ വരെയുള്ള ആളുകൾ രാജിയാണ് ആവശ്യപ്പെട്ടത്. അന്നത്തെ സാഹചര്യം ഈ പറഞ്ഞതുപോലെ ക്രിമിനൽ നടപടികളിലേക്ക് കടന്നു എന്നുള്ളത് കൂടിയാണ്. എന്നാൽ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായൊരു സാഹചര്യം ഉണ്ടാകുമെങ്കിൽ മാത്രമാണ് രാജി അല്ലാത്തൊരു അവസ്ഥയെ സമീപിക്കാൻ കഴിയുക. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ട് പ്രശ്നം വഷളാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് രാജി വെക്കേണ്ടതാണ് എന്നുള്ള നിലപാട് എടുക്കുന്നത് എന്നാണ് മനോരമ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. എന്നാൽ ഈ പ്രശ്നത്തെ ഉടനെ തന്നെ ഇത് നേരത്തെ തന്നെ പരിഹരിക്കാവുന്നതായിരുന്നു എന്നുള്ള അവസ്ഥ ഇന്നലെ തന്നെ അവരുടെ പ്രതികരണത്തിൽ ഉണ്ടായിരുന്നു. അതോടെ ഗണേഷ് കുമാർ അപ്പോളജി പറയാൻ തയ്യാറായി. അതിൻ്റെ തുടർച്ചയായി മാപ്പ് പറഞ്ഞു എന്ന് അവർ പൊതുമാധ്യമങ്ങളിൽ വന്ന് പറയുകയും അതിൻ്റെ തുടർച്ചയായി ഈ ക്രിമിനൽ നടപടികളിലേക്കൊന്നും പോകാനുള്ള ഉദ്ദേശമില്ല, ഗണേഷ് കുമാറിൻ്റെ കുടുംബത്തിൻ്റെ നായകനാണ് എന്ന മട്ടിൽ അവർ പ്രതികരിക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായി. അതിനെ തുടർന്നാണ് ഈ അവസ്ഥ, രാജിയിലേക്ക് പോകാത്തൊരവസ്ഥ സംജാതമായത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റോള് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കുണ്ട്. ബിന്ദു മേനോൻ ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. അവരുടെ പ്രതികരണം ശ്രദ്ധേയമാണ്. കുടുംബ തർക്കങ്ങൾ നാടകീയമായ ഒത്തുതീർപ്പിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതിൽ അവർക്ക് നിർണായകമായ പങ്കുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ ഉറച്ച നിലപാടിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളെ ഞാൻ ഈ കാര്യം വിളിച്ചു പറഞ്ഞു അന്നേരം ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് എന്ന് അവർ മാധ്യമങ്ങളോട് ഇന്നലെ ചാനലുകളോട് പറയുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് അതിൽ നിർണായകമായ റോള് മുഖ്യമന്ത്രിക്ക്, പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി എന്നുള്ളതിനപ്പുറത്ത് ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം കൂടി വന്നത്. അതുകൊണ്ടുകൂടിയാകാം അദ്ദേഹം ഉറച്ച നിലപാട് അദ്ദേഹവും പാർട്ടി എടുത്തത് എന്നുള്ളതാണ്. ഇനി ബിന്ദു മേനോൻ നടത്തിയ ഇന്നത്തെ പ്രതികരണം കൂടി എന്താണ് എന്ന് നോക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പ്രതികരണങ്ങൾ വൈകാരികമായിരുന്നുവെന്നും ഇനി വിവാദങ്ങളുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുമാണ് ഇന്ന് അവർ പറഞ്ഞത്. ചൊവ്വാഴ്ച രാവിലെ ഗണേഷ് കുമാർ തന്നെ ഫോണിൽ വിളിച്ചു. ഇതൊരു കുടുംബ പ്രശ്നമാണ് എന്നും ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടാവുന്ന വിഷയമേ ഉള്ളൂ എന്നും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംഭാഷണങ്ങൾ നടന്നുവെന്നും അവർ പറഞ്ഞു. ഗണേഷ് കുമാറിനെ വ്യക്തിപരമായി ഉപദ്രവിക്കാൻ ഒരു ഉദ്ദേശവുമില്ല. താൻ അദ്ദേഹത്തെ അത്രയധികം ഇഷ്ടപ്പെടുന്ന ആളാണ്, അതുകൊണ്ട് കൂടിയാണ് വൈകാരികമായി പ്രതികരിച്ചത് എന്ന് അവർ ഇന്നും ആ പശ്ചാത്തലം സംസാരിക്കവേയും ചാനലുകളോട് വൈകാരികമായി പ്രതികരിക്കുന്നുണ്ട്. തനിക്ക് 5000 പ്രണയമുണ്ടെന്ന് ഗണേഷ് പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ഗണേഷ് തൻ്റെ സഹോദരിയെ വിളിച്ചതായും പിന്നീട് തന്നോട് നേരിട്ട് സംസാരിച്ച് മാപ്പ് പറഞ്ഞതായുമാണ് അവർ ഇന്ന് പറഞ്ഞത്. താൻ കാത്തിരുന്നത് ആ ഒരു ഫോൺ കോളിനാണ് എന്നും അദ്ദേഹം വൈകാരികമായാണ് സംസാരിച്ചതെന്നും ബിന്ദു ഇന്ന് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. ആലോചിച്ച് നോക്കുക, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നത്തിന് ഉത്തരവാദി ഞാനാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിന് പരിഹാരം കണ്ടെത്താൻ തൻ്റെ ഈഗോയുമായി മുന്നോട്ട് പോയാൽ ഒരിക്കലും കഴിയില്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഗണേഷ് കുമാറിന് ഉണ്ടാവേണ്ടതായിരുന്നു. അദ്ദേഹം ഇന്നലെ പക്ഷേ ചെയ്തത് നേരെ തിരിച്ചാണ്. അവിടെ നിന്നുകൊണ്ട് അതിൽ ഇരയായ ഒരാളെ അപകീർത്തിപ്പെടുത്തും മട്ടിൽ അവർക്ക് വട്ടാണ് എന്ന് പറയുകയാണ് ചെയ്തത്. അത് അപ്പം തന്നെ പറഞ്ഞിരുന്നത് ഈ ഇത്രയും വഷളാവുന്നൊരു സംഭവം ആകില്ല എന്നാണ് അവർ പറയുന്നത്. മുമ്പും തങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട്, എന്നാൽ താൻ ഒരിക്കലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിച്ചിട്ടില്ല. ഇന്നലെ ഉണ്ടായത് വികാര പ്രകടനം മാത്രമായിരുന്നു. ചെയ്തത് ശരിയായില്ലെന്ന് സുഹൃത്തുക്കളടക്കം പറഞ്ഞു. ഗണേഷിനെതിരെ പരാതി നൽകില്ല, പ്രതികാര നടപടികളൊന്നും ഉണ്ടാകില്ല. കൂടെ ജീവിക്കേണ്ടത് ഞാനായതുകൊണ്ട് മന്ത്രി പൊതുജനങ്ങളോട് മാപ്പ് ചോദിക്കേണ്ട കാര്യമില്ല. എന്നോട് സംസാരിച്ചിട്ടുണ്ട്, തനിക്കത് മതി. സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടാകരുത് എന്നും അവർ അഭ്യർത്ഥിച്ചു. സ്വാഭാവികമായി അവരുടെ കുടുംബപരമായ ഒരു പ്രശ്നമായിട്ടാണ് അവർ അവതരിപ്പിക്കുന്നത്. നമുക്ക് അവരെ മുഖവിലേക്ക് എടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണല്ലോ. വീണ്ടും അവരത്രയും പറഞ്ഞതിന് ശേഷവും അതിനെക്കുറിച്ച്, അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഭൂഷണമല്ല. നമ്മളിതൊരു രാഷ്ട്രീയ പ്രശ്നം എന്നുള്ള നിലയിൽ അതിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്തിയതുകൊണ്ടൊരു വീഡിയോയുമായി വന്നു എന്ന് മാത്രമാണ്. എന്തായാലും ഇന്നലത്തെ സാഹചര്യത്തിൽ നിന്നും നേരെ മറിച്ച് ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. തന്നെ ഏതെങ്കിലും വിധത്തിൽ പ്രശ്നത്തിലേക്ക് നയിക്കും വിധത്തിലുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്.
മാത്രമല്ല തനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബത്തിലൊരാളാണ്, അതിനിടയിലുണ്ടായ ചില പ്രശ്നങ്ങളാണ്, അതിൻ്റെ ഇടയിലുണ്ടായ ചില കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളാണ് എന്നവർ പറയുന്നതിലൂടെ മനസ്സിലാവുന്നു. ബാക്കിയുള്ളത് നമ്മുടെ കാര്യമല്ല, അവർ പറയുമ്പോൾ മാത്രം അതിന് ചെവി കൊടുക്കുക, അതിന് ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയമായി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ LDFനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു അത് ആ മട്ടിൽ മുന്നോട്ട് പോയിരുന്നെങ്കിൽ എന്നുള്ളതാണ് പ്രധാന കാര്യം. എന്നാൽ ഏറ്റവും കൗതുകകരമായ കാര്യം, ഈ പ്രശ്നത്തിലേക്ക് രാഷ്ട്രീയ കേരളം ചർച്ചയിലേക്ക് കടന്ന ഘട്ടത്തിൽ തന്നെ പെട്ടെന്ന് തൻ്റെ ധാർമ്മികത ഗംഭീരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗപ്രവേശനം ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനിടയിൽ തന്നെ കൂടി പരിഗണിക്കണം എന്ന മട്ടിൽ ഇന്നലെ രംഗത്ത് വന്ന് ഇതിനോട് താരതമ്യം ചെയ്തുകൊണ്ട് ഇത് എൻ്റെ കേസ് പോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്നിട്ട് ഗണേഷ് കുമാറിനെതിരെ ഏറ്റവും രൂക്ഷമായി പ്രതികരിക്കാൻ കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ നിന്നുകൊണ്ട് ഒരാൾ രംഗത്ത് വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സഹോദര, അങ്ങയുടെ ധാർമ്മിക രോഷം വല്ലാതെ വേണ്ട, വല്ലാതെ വേണ്ട. ഞാൻ എന്റെ മാധ്യമസഭയിൽ നടത്തല്ല, എന്റെ മാധ്യമസഭയിൽ നടത്തല്ല. എന്റെ മറുപടി പറയട്ടെ, ഞാൻ മറുപടി പറയട്ടെ. നിങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണല്ലോ. ഞാൻ പറയുന്നത് SIT 2 ദിവസമായിട്ട് വാർത്ത വന്നിട്ട് വാർത്ത പോലും കൊടുക്കാം. SIT ഞാൻ താങ്കളോട് പറയുന്നത്, SIT അതായത് ഒരു മെയിലിൽ പരാതി വന്നാൽ ആ മെയിലിന്റെ ഒതന്റിസിറ്റി പോലും നോക്കാതെ, പ്രാഥമിക അന്വേഷണം നടത്താതെ പരാതി സ്വീകരിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടല്ലോ. SIT ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അദ്ദേഹം പറഞ്ഞതിന് ശേഷം ബാക്കി നമുക്ക് പറയാം. തനിക്ക് വീണ്ടും പുനഃപ്രവേശനത്തിനുള്ള അവസരം ഒരുങ്ങുന്നത് കാത്തിരിക്കുകയായിരുന്ന ഒരാളെപ്പോലെ അദ്ദേഹം രംഗത്തിറങ്ങി. മാത്രമല്ല ഒരു സാമാന്യ ബോധവുമില്ലാത്ത വിധം പഴയ തൻ്റെ പ്രശ്നങ്ങളെ മറച്ചു വയ്ക്കാനുള്ള ഒരു ഉപകരണമാക്കി ഈ സംഭവത്തെ മാറ്റാനാണ് അദ്ദേഹം ശ്രമിച്ചത്. എന്നിട്ട് എന്താണ് പറയുന്നത്, തന്നെ അറസ്റ്റ് ചെയ്ത പോലെ എപ്പോഴാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ശേഷം തനിക്കുണ്ടായ പ്രശ്നങ്ങളെ എന്താണ് ഉത്തരവാദിത്തം, എന്നിട്ട് ഫേസ്ബുക്കിലൊക്കെ ഉമ്മൻചാണ്ടിയുടെ ചിത്രമൊക്കെ ഇട്ടിട്ട് ഇത് ഞാൻ തന്നെയാണ് എന്ന മട്ടിൽ എന്നോട് ചെയ്തതിന് ഉള്ള പാപ പരിഹാരം ചെയ്യണം, അതിനുള്ള അനുഭവമാണിത് എന്നൊക്കെ മട്ടിലുള്ള നിരന്തരമായ നറേറ്റീവുകൾക്കായി ശ്രമിച്ചു. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ മാങ്കൂട്ടത്തിലെ ആരാധകർക്ക് വലിയ നിർവൃതി കിട്ടിയ ഒരു സംഭവമായിരിക്കും. പക്ഷേ നമ്മൾ വീണ്ടും ചർച്ചയിലേക്ക് കടന്നു വന്നൊരു സാഹചര്യമാണ് കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട 3 കേസുകൾ, ആ 3 കേസുകൾക്കും സമാനതകളില്ലാത്ത ഒരു കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവമുണ്ട് എന്ന് മലയാളികൾ ഒരുപാട് ചർച്ച ചെയ്താണ്. സ്ത്രീകളെ, പ്രത്യേകിച്ചും വിവാഹിതരായ സ്ത്രീകളെ ബന്ധപ്പെടുകയും അവരെ ഡിവോഴ്സിന് പ്രേരിപ്പിക്കുകയും അവരെ ഗർഭിണികളാക്കുകയും ഗർഭിണിയാക്കിയതിനു ശേഷം നിർബന്ധ ഗർഭഛിദ്രത്തിന് വിധേയമാക്കുകയും ആ സ്ത്രീകളെ ട്രോമയിലേക്ക് തള്ളിവിടുകയും ചെയ്ത 3 സംഭവങ്ങളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ആരോപണങ്ങൾ ഒരുപാടുണ്ട്, നമുക്ക് അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. IPC പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട 3 സംഭവങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. അതിൻ്റെ അന്വേഷണങ്ങൾ നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ലൈംഗിക ശേഷി പരിശോധന അടക്കം നടന്ന് മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അതിജീവിതമാർ വിവിധ നിയമ നടപടികൾക്ക് മുന്നിലാണ് നിൽക്കുന്നത്. അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു ലജ്ജ ഏതുമില്ലാതെ രംഗത്ത് വന്ന് ഞാൻ കൊള്ളാവുന്ന ആളാണ്, ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന സാഹചര്യം ഇന്നലെ കണ്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ചില പ്രയോഗങ്ങളുണ്ട്, എന്നെ വെളുപ്പിച്ചെടുക്കാനുള്ള ഒരു സമയം കിട്ടി എന്ന മട്ടിലുള്ള ആ പ്രയോഗത്തിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള പ്രയോഗം പാടേണ്ട വന്നൊക്കെയുള്ള അതിൻ്റെ ഭാഷാപരമായ പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തിയാലും അതിന് കിട്ടിയൊരു അവസരം തന്നെ ഗംഭീരനാക്കി എടുക്കാനുള്ള, തൻ്റെ മേൽ വീണ പാപക്കറ കഴുകിക്കളയാനുള്ള ശ്രമമായിട്ട് ഈ ഘട്ടത്തിൽ ചുളുവിൽ ശ്രമിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. കാരണം ഇതേപോലെയായിരുന്നു നേരത്തെയും ഒളിവിൽ കഴിഞ്ഞ് തിരിച്ചു വന്ന ആൾ ചെയ്തത്. പാലക്കാട്ട് സ്റ്റെപ്പ് വെക്കാനുള്ള ഒരു അവസരമായി കരുതി രംഗത്തിറങ്ങി കഴിഞ്ഞു. ഇപ്പോൾ പാലക്കാട്ട് സജീവമായുള്ള ഒരു അവസ്ഥയാണ്. തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ എങ്ങനെയെങ്കിലും കയറി കൂടാനാകുമോ എന്നുള്ള ഒരു അവസരം കൂടി ശ്രമിക്കുകയാണ്. അതിന് ഗണേഷ് കുമാറിൻ്റെ ഈ ആരോപണ വിവാദങ്ങളെ കൂടി അവസരമാക്കി മാറ്റുന്ന ഒരു കാഴ്ച ഇന്നലെ കണ്ടു. അതോടുകൂടി ഉണ്ടായൊരു പ്രശ്നം, ഗണേഷ് കുമാർ പ്രശ്നത്തിൻ്റെ ഗൗരവം കോൺഗ്രസ് നേതാക്കൾ അതിൽ കേന്ദ്രീകരിച്ച് ചർച്ചകൾക്കുള്ളൊരു അവസരം ലഭിച്ചത് അവർക്ക് നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. ജനങ്ങൾക്ക് മുന്നിലേക്ക് ഗണേഷിൻ്റെയും ഈ കേസിൻ്റെയും താരതമ്യത്തിലേക്ക് ആളുകൾ എത്തി. അപ്പോഴും ഗണേഷ് കുമാറിൻ്റേത് ഈ കുടുംബ പ്രശ്നം എന്ന മട്ടിലേക്ക് ഒടുവിൽ എത്തി നിൽക്കുമ്പോഴും വീണ്ടും രാഹുൽ മാങ്കൂട്ടം പ്രശ്നം ചർച്ചകളിലേക്ക് വന്നു എന്നുള്ളതാണ്. അതോടുകൂടിയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ഈ ഗണേഷ് കുമാറിനെതിരായ ആരോപണങ്ങളെ രാഷ്ട്രീയ പ്രശ്നമാക്കി ഉയർത്താനുള്ള ധാർമ്മിക പ്രശ്നം അവർക്ക് അനുഭവിക്കേണ്ടി വന്നത്. അതായത് നേതാക്കളെ കുഴപ്പത്തിലാക്കി രാഹുൽ മാങ്കൂട്ടം രംഗത്ത് വന്നതോടെ എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഷാഫി വിഭാഗം രമേശ് പിഷാരടിയെ പാലക്കാട് സ്ഥാനാർത്ഥിയായി നിർണ്ണയിച്ചു, തീരുമാനിച്ച് നേതൃത്വത്തിന് മുന്നിൽ വെച്ചു എന്നും വേണ്ടി വന്നാൽ ഏത് നിമിഷവും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കാനുള്ള ഒരാളായി തങ്ങളുടെ തന്നെ നിർദ്ദേശപ്രകാരം രമേശ് പിഷാരടി അവിടെ മത്സരിപ്പിക്കുകയാണ് എന്നുമുള്ള വാർത്തകളും ഒരു ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരെയുള്ള സമയമാണെങ്കിലും ഇനി അതല്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് രാജിവെച്ച്
രാജിവെച്ച് രാഹുൽ ഗംഭീരനായതിനു ശേഷം വീണ്ടും തിരിച്ചു വരാനുള്ള അവസരമാക്കി മാറ്റാൻ രമേശ് പിഷാരടിയെ അവിടെ ഒരു സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. അതാണ് ഒരു ഭാഗത്ത്. എന്തായാലും ആത്യന്തികമായി ഗണേഷ് കുമാർ ഇഷ്യൂ കൊണ്ട് രാഷ്ട്രീയ കേരളത്തിന് കുറേ ഗുണങ്ങളുണ്ടായി. എന്താണ് മന്ത്രി ഗംഭീരനൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന ഒന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു അവസ്ഥയായി ഒന്ന്. രണ്ടാമത്തേത് രാഹുൽ മാങ്കൂട്ടത്തെ എല്ലാവരും മറന്നുപോയെങ്കിൽ ഇത് ഓർമ്മിച്ചോളൂ, ഇതാണ് കേരളം കണ്ട ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങളുടെ രാഷ്ട്രീയ നായകൻ എന്നുള്ള ഓർമ്മപ്പെടുത്തലായി. നിലവിലെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ പ്രജ്വൽ രേവണ്ണ എന്ന് പലരും വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനുള്ള ഒരു അവസരം കൂടി അതുണ്ടാക്കി. മൂന്നാമത്തേത് LDFനെ സംബന്ധിച്ച് ഇങ്ങനൊരു പ്രശ്നം വരുമ്പം നിലപാടെടുക്കും എന്ന് തോന്നിക്കുന്ന രീതിയിൽ അവരുടെ മുഖ്യമന്ത്രിയും പാർട്ടിയും അത്തരത്തിലുള്ള നിലപാടെടുത്ത് കുറ്റകൃത്യം എന്നല്ലെങ്കിൽ ക്രിമിനൽ പ്രൊസീജിയേഴ്സിലേക്ക് കടന്നാൽ രാജി ചോദിച്ചു വാങ്ങാനുള്ള നിലപാടിലേക്ക് വരെ എത്തുമെന്നുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് അവരെ സംബന്ധിച്ച് ഒരു അവസരം ഒരുങ്ങി. എങ്കിൽ പോലും അവരുടെ കൂടെ നിൽക്കുന്ന ഒരു മന്ത്രി ഈ മട്ടിലാണ് എന്നുള്ള ഡാമേജ് അവർക്ക് നിലനിൽക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ പ്രശ്നം തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റാനുള്ള ഒരു ശ്രമം കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു അവസരം നഷ്ടപ്പെടുത്തി എന്നുള്ള യാഥാർത്ഥ്യം രാഹുലിൻ്റെ വരവ് ഒന്ന്, ഒപ്പം ഇതിലെ കുടുംബ പ്രശ്നമാണ് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തി എന്നുള്ളത് രണ്ടാമത്തേത്. ആത്യന്തികമായി രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിനെ സംബന്ധിച്ച് എക്കാലത്തും ഇതുപോലെ ഒരു ഡാമേജ് ഉണ്ടാക്കും വിധത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇടപെടാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നേതൃത്വം ഓർമ്മിച്ചുകൊണ്ടേ ഇരുന്നില്ലെങ്കിൽ തുടർന്നുള്ള നാളുകളിലും ഇത് അവർക്ക് വലിയ കുഴപ്പങ്ങളുണ്ടാക്കും. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലും ഇതുപോലുള്ള ഇടപെടലുകൾ നടത്തി നേതൃത്വത്തിൻ്റെ മുന്നോട്ട് പോക്കിൻ്റെ ധാർമ്മിക ലക്ഷ്യത്തിലേക്കുള്ള ധാർമ്മികമായ അടിത്തറയെ കുലുക്കിക്കൊണ്ട് അല്ലെങ്കിൽ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായി ഗണേഷ് കുമാറിൻ്റെ ഈ പ്രശ്നം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വലിയ സജീവ ചർച്ചകൾ എങ്ങനെ നടക്കും എന്നറിയില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.